ദീപാവലി ആഘോഷം എന്താണെന്നറിയണ്ടേ? തിന്മയുടെ മേൽ നന്മയുടെ വിജയം. അതാണ് ദീപാവലി ആഘോഷം. ദീപാവലിയെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട്. അതിൽ പ്രധാനമാണ് നരകാസുരവധം. നരകൻ ഭൂമിദേവിയുടെ മകനാണ്. നരകൻ എന്നാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം. മനുഷ്യൻ അസുരന്റെ പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നരകന് നരകാസുരൻ എന്ന പേർ വന്നത്. നരകന്റെ ജനനം ഒരു വലിയ കഥയാണ്. ഭയാനകനായ, ഭീകരനായ, അതിക്രൂരനായ ഹിരണ്യാക്ഷൻ എന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. മഹാവിഷ്ണുവിനെ പോലും ഭയമില്ലാത്ത ഈ അസുരൻ ഒരിക്കൽ ഭൂമിദേവിയെ കട്ടുകൊണ്ടുപോയി കടൽ ആഴങ്ങളിൽ പാർപ്പിച്ചു. ഈ വിവരമറിഞ്ഞ മഹാവിഷ്ണു ഹിരണ്യാക്ഷനെ വധിക്കാൻ വരാഹരൂപം പൂണ്ട് അവതാരമെടുത്തു. ഈ വരാഹരൂപം കടൽ ആഴങ്ങളിൽ ചെന്ന് ഹിരണ്യാക്ഷൻ എന്ന അസുരനെ വധിക്കുകയും ഭൂമിദേവിയെ മോചിപ്പിക്കുകയും ചെയ്തു. ഈ വരാഹരൂപം ദേവിയിൽ ആകൃഷ്ടനാകുകയും ദേവി ഗർഭിണിയാകുകയും ചെയ്തു. ദേവിയോട് മഹാവിഷ്ണു ഇപ്രകാരം പറഞ്ഞു: ത്രേതായുഗത്തിൽ ഞാൻ രാമനായി ജനിക്കുകയും രാവണനെ വധിക്കുകയും ചെയ്യും. അതിനുശേഷം നിനക്കൊരു കുഞ്ഞ് ജനിക്കും. തുടർന്ന് ത്രേതായുഗത്തിൽ ജനക മഹാരാജാവിന് ഭൂമിയിൽ നിന്ന് ഒരു പെൺകുഞ്ഞിനെ ലഭിച്ചു. അതാണ് സീതാദേവി. അന്ന് ജനക മഹാരാജാവിനോട് ഭൂമിദേവി ഒരു സഹായം അഭ്യർത്ഥിച്ചു, സത്യം ചെയ്യിച്ചു. മഹാവിഷ്ണുവിൻ്റെ വാക്കുകൾ പ്രകാരം ത്രേതായുഗത്തിൽ രാവണ നിഗ്രഹത്തിന് ശേഷം ഭൂമിദേവിക്ക് ഉണ്ടായ ഒരു ആൺകുഞ്ഞിനെ ജനക മഹാരാജാവിനെ ഏൽപ്പിക്കുകയും ജനകൻ ആ കുഞ്ഞിനെ നരകൻ എന്ന നാമധേയം നൽകി വളർത്തി. നരകൻ വളർന്നു വലുതാവുകയും വിദ്യാഭ്യാസം പൂർണ്ണമാക്കുകയും ചെയ്തപ്പോൾ ജനകൻ അവനെ ഗംഗയുടെ അടുത്തെത്തിച്ചു. തുടർന്ന് വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മഹാശക്തി ആയുധവും രഥവും നൽകി ഇപ്രകാരം മൊഴിഞ്ഞു: ഈ കാമരൂപദേശവും പ്രയാദിച്ച നഗരവും ഇവിടം ഭരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അപ്രത്യക്ഷനായി. നരകൻ ഈ രാജ്യം ഒരുപാട് കാലം ഭരിക്കുകയും അതിനിടയിൽ ബാണാസുരൻ എന്ന നരകാസുരനുമായി അടുക്കുകയും ചെയ്തു. ഇവർ തമ്മിലുള്ള ഈ അടുപ്പം നാടിനും പ്രജകൾക്കും ലോകത്തിനും മഹാദ്രോഹമായി മാറി. ഒരു ദിവസം വസിഷ്ഠ മഹർഷി കാര്യാദീക്ഷപുരത്തിലുള്ള ദേവീക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ നരകൻ ക്ഷേത്ര നടയടച്ച് മഹർഷിയെ തടഞ്ഞു നിർത്തി. കോപാകുലനായ വസിഷ്ഠൻ, നീ അഹങ്കാരത്താൽ വിളയാടുന്നു, ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നു, നിനക്ക് ജന്മം നൽകിയവരുടെ കൈകളാൽ വധിക്കപ്പെടട്ടെ എന്ന് ശപിച്ചു. ഈ ശാപങ്ങൾ കേട്ട് ഭയവിഹ്വലനായ നരകാസുരൻ ബ്രഹ്മാവിനെ കൊടും തപസ്സു ചെയ്യാൻ തുടങ്ങി. തപസ്സിന്റെ കാഠിന്യത്തിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് നിന്റെ ആവശ്യമെന്ന് ബ്രഹ്മാവ് ചോദിച്ചപ്പോൾ, ലോകത്ത് മറ്റാർക്കും എന്നെ വധിക്കാൻ കഴിയരുതെന്നും എൻ്റെ അമ്മയാൽ മാത്രമേ ഞാൻ വധിക്കപ്പെടാൻ പാടുള്ളൂ എന്നുമുള്ള വരം ചോദിച്ചു വാങ്ങി. ഈ വരം ലഭിച്ച നരകാസുരൻ പിന്നീട് ഇന്ദ്രാദി ദേവന്മാരും ദേവകന്യകമാരും ഉൾപ്പെടെ എല്ലാവരെയും ആക്രമിക്കാൻ തുടങ്ങി. സഹികെട്ട ഇന്ദ്രാദി ദേവകളും ദേവകന്യകമാരും ഭഗവാൻ ശ്രീകൃഷ്ണനിൽ അഭയം പ്രാപിച്ചു. അങ്ങനെ നരകനെ വധിക്കാൻ ശ്രീകൃഷ്ണൻ കാമരൂപദേശത്തേക്ക് പുറപ്പെടുമ്പോൾ സത്യഭാമയും കൂടെ പോകുന്നു. സത്യഭാമ ഭൂമിദേവിയുടെ പുനർജന്മമാണ്. തുടർന്ന് നരകനും ശ്രീകൃഷ്ണനും തമ്മിൽ ഘോര യുദ്ധം നടക്കുന്നു. യുദ്ധത്തെ തുടർന്ന് ശ്രീകൃഷ്ണൻ മോഹാലിസ്യപ്പെട്ട് വീഴുകയും സത്യഭാമ കോപാകുലയാകുകയും തൻ്റെ കയ്യിലിരുന്ന അമ്പും വില്ലും എടുത്ത് നരകാസുരനെ രാത്രിയുടെ യാമങ്ങളിൽ വധിക്കുകയും ചെയ്തു. അപ്പോൾ നരകാസുരൻ ഇത് തൻ്റെ അമ്മയാണെന്ന് തിരിച്ചറിയുന്നു. ആത്മാവ് ദേഹത്തിൽ നിന്നും വേർപിരിയും നേരം നരകാസുരൻ അമ്മയോട് അഭ്യർത്ഥിച്ചു, ഞാൻ മരിച്ചാലും ഞാൻ ജീവിച്ചിരിക്കണം. ഈ ദിവസം എൻ്റെ ഓർമ്മക്കായി പ്രജകൾ മധുരം കഴിച്ചാഘോഷിക്കട്ടെ. അങ്ങനെയാണ് നരകാസുരൻ്റെ മരണത്തിന് ശേഷമുള്ള രാത്രി നരക ചതുർദശിയും പിറ്റേ ദിവസം ദീപാവലി അമാവാസിയും പ്രബലമായി ജനങ്ങൾ ആഘോഷിക്കുന്നത്. ഇതാണ് ദീപാവലിയുടെ ആഘോഷകത. മറ്റു കഥകൾ കൂടി
ദീപാവലി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നറിയുന്നു. നമസ്കാരം.